ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പുകൾ എണ്ണയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ എണ്ണ കപ്പലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കാറുണ്ട്. ഇപ്പോഴിതാ അമേരിക്കയുടെ വില്ലൻ റോളിലുള്ള ഇറാനുമായുള്ള തർക്കങ്ങൾ മുറുകിയതോടെ US സ്വന്തം വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹോർമൂസിലൂടെ പോകുമ്പോൾ ഇറാൻ തീരം ഒഴിവാക്കണം. ഇറാൻ സേന കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ബലം പ്രയോഗിച്ച് തടയരുത്. പകരം ഒമാൻ തീരത്തോട് ചേർന്ന് സഞ്ചരിക്കണം എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ. നേരത്തെ ഇസ്രയേലുമായുള്ള യുദ്ധകാലത്ത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ US-മായി സമാധാന ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് ആ ഭീഷണി അവർ ആവർത്തിച്ചിട്ടില്ല. പക്ഷേ തങ്ങളുടെ ആണവ പരീക്ഷണം പൂർണ്ണമായും അവസാനിപ്പിക്കാമെന്നും അതിന് പകരം അമേരിക്കൻ സാമ്പത്തിക ഉപരോധം പൂർണ്ണമായി പിൻവലിക്കാമെന്നുമാണ് ഇറാന്റെ ഡിമാൻഡ്. ഹോർമൂസിലെ ഈ സസ്പെൻസ് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എന്താകും എന്ന് കണ്ടറിയണം. ഒരു വശത്ത് ഈ പ്രതിസന്ധി തുടരുമ്പോഴും സാമ്പത്തിക രംഗത്ത് അമേരിക്ക തങ്ങളുടെ പുതിയ ചെസ് നീക്കങ്ങൾ തുടരുകയാണ്. ഇന്ത്യക്ക് പിന്നാലെ ബംഗ്ലാദേശിനും അമേരിക്കൻ തിരുവയിൽ ഇളവ് നൽകിയത് ആഗോള വ്യാപാര ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചില തുണിത്തരങ്ങളുടെ കയറ്റുമതി തിരുവരഹിതമാക്കാൻ US തീരുമാനിച്ചത് ഒരു ഗംഭീര ട്വിസ്റ്റ് തന്നെയാണ്. നിലവിൽ 20% തിരുവ 18% കുറച്ചത്. ഇന്ത്യ US വ്യാപാര കരാറിനു പിന്നാലെ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ നടപടി. അതോടെ ഇപ്പോൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഏതാണ്ട് ഒരേ നിരക്കിലുള്ള തിരുവയായി. ഇന്ത്യക്ക് 18%. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ നിർണായക നീക്കം എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ നീക്കം ഇന്ത്യൻ ഓഹരി വിപണിയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഹോർമൂസിലെ അനിശ്ചിതത്വങ്ങൾക്കും വ്യാപാര ലോകത്തെ പുതിയ കളികൾക്കുമിടയിലും ഇന്ത്യൻ ഓഹരി വിപണിക്ക് കഴിഞ്ഞ ദിവസം ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന ആദ്യ വ്യാപാര ദിനത്തിൽ തന്നെ ഇന്ത്യൻ വിപണി സൂചികകൾ തുടർച്ചയായ രണ്ടാം ദിവസവും ഗംഭീര നേട്ടത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റി 173 പോയിന്റ് കയറി 25,867 പോയിന്റ് 30-ലും സെൻസെക്സ് 485 പോയിന്റ് വർദ്ധിച്ച് 84,065 പോയിന്റ് 75-ലും എത്തി മിടുക്ക് കാണിച്ചു. ഇത് നിക്ഷേപകർക്ക് ആവേശം നൽകുന്ന കാഴ്ചയാണ്. ആഗോളതലത്തിൽ ഇത്രയധികം ഡ്രാമകൾ അരങ്ങേറുമ്പോഴും ഇന്ത്യൻ വിപണി മുന്നോട്ട് കുതിക്കുന്നത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ തീവ്രമായ നീക്കങ്ങളും ആഗോള വ്യാപാര ലോകത്തെ പുതിയ നിയമങ്ങളും അടുത്ത ഭാഗത്തിൽ എന്തായിരിക്കും കാത്തിരിക്കുന്നത് എന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.